night, restored exceeding joy. Your grace fell like the rain and made this desert live. You have turned my morning into dancing. You have turned my sorrows into joy. You have turned my morning into dancing. You have turned my sorrows into joy. Your light broke through my night, restored exceeding joy. Your grace fell like the rain and made this desert live. You have turned my morning into dancing. You have turned my sorrows into joy. You have turned my morning into dancing. You have turned my sorrows into joy. This is how we overcome. This is how we overcome. This is how we overcome. This is how we You have turned my morning into dancing. You have turned my sorrows into joy. You have turned my morning into dancing. You have turned my sorrows into joy. Hi friends, welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ നതാഷ ആൻഡ് തോമസ്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് കിഡ്സ് വൈബ്സ് ആണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട ചില നല്ല ശീലങ്ങളെക്കുറിച്ചാണ് ഈ സെഗ്മെന്റിലൂടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. Come on guys, let's watch Kids Vibes. എടാ ഹിസ്റ്ററി ക്ലാസ് ഭയങ്കര ബോറായിരുന്നല്ലോ. അതെ അതെ, ആ ഫിസിക്സ് ടീപ്പി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എടാ പക്ഷെ PT ക്ലാസ് നല്ല സെറ്റായിരുന്നു കേട്ടോ. അതെ അതെ, മാത്സ് ടീച്ചർ ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാലും എന്നോട് കുറേ ദേഷ്യപ്പെട്ടു. ക്ലാസ്സിലെ പകുതി പേര് ഹോംവർക്കും ചെയ്തില്ല. അതെ, നമുക്ക് അടുത്ത ദിവസം ദേഷ്യമൊക്കെ പോകുമെന്ന് വിചാരിച്ച് തോന്നുന്നു. അടുത്ത ദിവസം ഉണ്ടാവുന്നില്ല. ആ ഏട്ടാ, ഞാനൊരു കാര്യം മറന്നുപോയി. എന്തെങ്കിലും മിഠായി ഉണ്ട്. താങ്ക് യു താങ്ക് യു. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. നിങ്ങളിതാ കാണിക്കണേ, നട റോട്ടിലാണോ വീശക്കറണേ? ഇതൊക്കെ ഉണ്ട് പിന്നിലല്ലേ? റോട്ടിന്റെ നടുവിൽ എവിടെയാടാ ബിൻ? അല്ലെങ്കിൽ ഇത് പൊതുവഴിയല്ലേ, ആർക്കും എന്തും ചെയ്യാലോ. ഇത് പൊതുവഴിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നെല്ലാം കാണിക്കാന്നാണോ? ഇതൊക്കെ ചെയ്യുമ്പോ റോഡ് വൃത്തിയേടാവൂലേ? വൃത്തിക്കാരൻ വന്നിരിക്കുന്നു. നിന്റെ വീട്ടിലൊന്നല്ലേ ഇട്ടത്, റോട്ടിലല്ലേ? വീട്ടിലിട്ട് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ റോട്ടിലിടാൻ പാടില്ല, അത് തെറ്റാണ്. തെറ്റ് ശരിയും കണ്ടെത്താൻ നീ ആരാ? പോലീസാ? അവിടെ ഞാൻ പോലീസോളം. ഹലോ ഹലോ, എന്താണ് നടപടികളെന്ന് വഴക്കുണ്ടാക്കുന്നത്? ചേച്ചി, ഇവന്മാര് റോട്ടിൽ മിഠായിയുടെ റാപ്പർ ഇട്ടു, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇവന്മാര് വഴക്കിട്ടോണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞോ നിങ്ങള്? ആ ചേച്ചി, പക്ഷെ ഞങ്ങൾ ഇതിൽ എന്താ തെറ്റ്? ഇത് പൊതുവഴിയല്ലേ, ആർക്കും എന്തും ചെയ്യാലോ. പൊതുവഴിന്ന് വെച്ചാൽ ആർക്ക് എന്ത് തോന്നിയാസം കാണിക്കുന്ന സ്ഥലം എന്നാണോ വിചാരിച്ചേക്കുന്നത്? മിഠായി റാപ്പർ വലിച്ചെറിഞ്ഞ ഇത്രയും വലിയ തോന്നിയാസമാണോ? ആണല്ലോ. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ? ചേച്ചി പറഞ്ഞുതരാം. നമ്മൾ താമസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, നമ്മുടെ പൊതുഭവനമാണ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭൂമി നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ, ഞങ്ങളെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭൂമിയെ നശിപ്പിക്കുന്നതെന്ന്. അതെ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോഴും മരം വെട്ടുമ്പോഴും പിന്നെ കീടനാശിനികളൊക്കെ അടിക്കുമ്പോൾ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുക. അത് ഭൂമിക്കും ആപത്താ,
നമുക്കും ആപത്താ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നോണ്ടാണോ ചേച്ചി പ്രളയവും സുനാമിയൊക്കെ സംഭവിക്കുന്നത്? അതെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രളയവും സുനാമിയും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളോട് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ലേ, ഭൂമി നമ്മുടെ പൊതുഭവനമാണെന്ന് നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ. മാർപ്പാപ്പയുടെ ലൗദാത്തോസി എന്ന ചാക്രിക ലേഖനത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാറ്റീസം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, സഭ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൗദാത്തോസിന് പുറമെ ലൗദാത്തോ ദേവ് എന്ന അപ്പസ്തോലിക ആഹ്വാനവും നമുക്ക് സഭ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിലൊരു ചോക്ലേറ്റ് റാപ്പർ പോലും മണ്ണിലിടാൻ പാടില്ല അല്ലേ? ഇല്ല, ഇങ്ങനെ ചോക്ലേറ്റ് റാപ്പറൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരില്ല. അത് ഭൂമിക്ക് ദോഷമാണ്. ചേച്ചി, ഞാൻ ഇതുപോലൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. ഇതൊക്കെ ഇതുകൊണ്ടായിരിക്കുമോ പാടിയത്? അതെ, നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അത് ഭാവി തലമുറയ്ക്കും നമുക്കും അത് ആപത്തായിട്ട് വരാൻ പോണേ. സോറി ചേച്ചി, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. അപ്പോൾ വേഗം ആ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇടണേ. കിഡ്സ് വൈബ്സിലൂടെ പ്രകൃതി സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ദൈവം നമുക്ക് സമ്മാനിച്ച ഭൂമി എത്ര മനോഹരമാണ്. അത് കാത്തുപരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ? ഞാനൊരു ആക്ടിവിറ്റി പറയട്ടെ. സാധിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഒരു ചെടി നടുകയും ദിവസവും വെള്ളമൊഴിച്ച് അതിനെ പരിപാലിക്കുകയും ചെയ്യാമോ? എന്നാ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് ക്രാഫ്റ്റ് സിറ്റി. നമ്മുടെ ഫ്രീ ടൈം നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് പഠിപ്പിക്കുന്ന സെഗ്മെന്റ് ആണിത്. നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോയാലോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് സിറ്റി. കൂട്ടുകാരെല്ലാവരും വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണല്ലേ? ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ട്രൈ ചെയ്താലോ? ലെറ്റ്സ് പ്രിപ്പയർ എ പേപ്പർ ബാസ്ക്കറ്റ് വിത്ത് പേപ്പർ കപ്പ്. മെറ്റീരിയൽസ് റിക്വയർഡ് ആർ പേപ്പർ കപ്പ്, glue, scissors, brush and paint. ആദ്യം നമ്മൾ ഈ പേപ്പർ കപ്പ് എടുക്കണം. Take the scissors and cut from top to bottom. സോ ഈ പേപ്പർ കപ്പിൽ ഇതിൻ്റെ മേലത്തെ പോർഷനിൽ തന്നെ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ നേരം വി ഷുഡ് കട്ട് ഇറ്റ് സ്ട്രെയിറ്റ് ഓർ എൽസ് അതിൻ്റെ ലൈൻസ് ഒന്നും പ്രോപ്പർ ആവാതെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ, ദാറ്റ് ഇസ് ദ ബ്രിം ഓഫ് ദ പേപ്പർ കപ്പ്, സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. സോ ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റാൻ നേരം ഇത് നമ്മൾ കളയാൻ പാടില്ല, ബിക്കോസ് വി നീഡ് ടു യൂസ് ദിസ് ആസ് ദ ഹാൻഡിൽ ഓഫ് ദ പേപ്പർ ബാസ്ക്കറ്റ്. ഇനി നമുക്ക് ഈ പേപ്പർ കപ്പ് എടുക്കാം. ഇതിൽ ഈ ടോപ്പ് ടു ബോട്ടം നമ്മൾ കട്ട് ചെയ്തല്ലോ, അതുപോലെ തന്നെ 0.5 സെൻറ്റിമീറ്റർ യൂസ് ചെയ്ത് ഈ സെയിം രീതിയിൽ ഇത് കട്ട് ചെയ്യണം. സോ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഇറ്റ്സ് അപ് ടു യു. ഇഫ് യു വാണ്ട് യു കെൻ യൂസ് എ ബിറ്റ് മോർ ലാർജർ മെഷർമെൻറ്റ്. സോ 0.5 അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഓർ ലെസ് ദാൻ ദാറ്റ് എടുക്കാം. അത് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് ആ ഒരു സെൻറ്റിമീറ്റർ ഫോൾഡ് ചെയ്യുമ്പം ആ ഷേപ്പിലുള്ളൊരു ബാസ്ക്കറ്റ് കിട്ടും. കട്ട് ചെയ്യാൻ നേരം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് കെയർഫുൾ ആയിരിക്കണം. അപ്പം ഞാനിത് എല്ലാം ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നൗ യു നീഡ് ടു കീപ്പ് ഇറ്റ് ഇൻവേർട്ടഡ്. ഇത് ഇൻവേർട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ സ്ട്രിപ്പും നമുക്ക് നേരെ കിട്ടാനായിട്ടാണ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു ഫോൾഡ് ദിസ് ഇൻവേർട്സ്. സോ ഐവ് ഡൺ ഇറ്റ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ ഓരോ സ്ട്രിപ്പും നമ്മൾ എടുത്തിട്ട് ഒരു സ്ട്രിപ്പിനെ നമ്മൾ ലീവ് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. ഫോൾഡ് ചെയ്യാൻ നേരം ഈ ഫോൾഡ് ചെയ്തേക്കുന്നത് ഈക്വൽ ആയിട്ട് എടുക്കാനായിട്ട് കെയർഫുൾ ആവണം.
പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് പോർഷൻ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ടും കെയർഫുൾ ആവണം. കാരണം ബാസ്ക്കറ്റ് ആകുമ്പം അത് നല്ല നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനും കൂടെ ഇങ്ങനെ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് ടൈറ്റായിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് കെയർഫുൾ ആവണം. സോ എല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ആസ് യു കെൻ സീ ഇത് ഈ സ്ട്രെയിറ്റ് സെയിം ആയിട്ടൊരു ലെങ്ത്തിലാണ് വന്നേക്കുന്നത്. സോ അതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മളത് കെയർഫുൾ ആയില്ലെങ്കിൽ ബാസ്ക്കറ്റ് ആകുമ്പോൾ അത് അൺഈക്വൽ ആയിട്ടിരിക്കും. സോ അങ്ങനെ വന്നാൽ യുവർ ക്രാഫ്റ്റ് വോണ്ട് ബി ലുക്കിംഗ് ഗുഡ്. ഇനി ഇതിൻ്റെ ഈ ബ്രിം, ദാറ്റ് ഇസ് ഈ ഒരു പോർഷൻ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. സോ വാട്ട് എവർ കളർ യു ലൈക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഒരു റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് ക്യാമലിൻ ഓർ ക്യാൻവസ് പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഈ താഴത്തെ പോർഷൻ മാത്രം പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ നേരം ഇതിൻ്റെ ഈ മേലത്തെ നമ്മൾ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷനിലൊന്നും പെയിൻറ്റ് ആവാതെ നോക്കണം. ലൈക്ക് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പെയിൻറ്റും യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു യു. ഓക്കെ, സോ താഴത്തെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ചെയ്യാൻ ഇച്ചിരി നേരം വെക്കണം. നെക്സ്റ്റ് ഈ റിങ്ങും ഇഫ് യു വോണ്ട് യു ക്യാൻ പെയിൻറ്റ് ഇറ്റ്. സോ ഞാൻ ഇവിടെ ഇത് പെയിൻറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ പേപ്പർ കപ്പിൽ ഈ ടോപ്പ് പോർഷൻ പേപ്പറും കൊണ്ടല്ല. സോ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ടു പെയിൻറ്റ് ഇറ്റ്. അപ്പോൾ അത് പെയിൻറ്റ് അതിൽ നിൽക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്നില്ല. ബട്ട് ഇഫ് യു ആർ ബൈയിങ് എ നോർമൽ പേപ്പർ കപ്പ്, ഇച്ചിരി ലെങ്ത്തുള്ള പേപ്പർ കപ്പ് ആണെങ്കിൽ അത് പെയിൻറ്റ് ചെയ്താലും ഇറ്റ്സ് അപ് ടു യു. ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷനിൽ ആ ഫോൾഡ് ചെയ്തേക്കുന്ന ഏതെങ്കിലും രണ്ട് സൈഡും ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ ഗ്ലൂ ഇടാനായിട്ട് കെയർഫുൾ ആവണം. ഗ്ലൂ ഇട്ടിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. സോ പേപ്പർ ബാസ്ക്കറ്റ് ഇസ് റെഡി. ദിസ് ഇസ് ഓൾ. സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെല്ലോ ഫ്ലവേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും സ്മോൾ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും. ആൻഡ് ഇത് നമ്മുടെ ഷോ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ വെക്കാനായിട്ട് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗുഡ് ആൻഡ് ക്യൂട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. കൂട്ടുകാർക്കെല്ലാം ക്രാഫ്റ്റ് സിറ്റി ഇഷ്ടമായി കാണുമല്ലോ. എന്ത് ഭംഗിയായിട്ടാണല്ലേ അവർ ആ പേപ്പർ ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നേരം നമ്മൾ കൂട്ടുകാർക്കുള്ള പ്രോഗ്രാംസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ടീനേജേഴ്സിനും യൂത്തിനും ഉള്ളതാണ്. ലെറ്റ്സ് സോൾവ് ദ പസിൽ. നിത്യജീവിതത്തിൽ ഇവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരം കണ്ടെത്താൻ ഇവരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഇന്നലത്തെ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നൈസായിരുന്നു. കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നു. പിന്നെ കുറെ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായി. ആ പിന്നെ പുതിയ പിള്ളേർ കുറെ പേര് വന്നിട്ടുണ്ടായി. പ്രാവശ്യം നല്ല രസമായിട്ട് തന്നെ പോയായിരുന്നു കാര്യങ്ങൾ. പിന്നെ അവിടെ പുതിയ പാട്ടൊക്കെ പഠിപ്പിച്ച് പുതിയ ആക്ഷൻ സോങ്സും കൊഞ്ചിപ്പറക്കും. അത് പിന്നെ മെയിൻ സാധനം ആളല്ലോ. പിന്നല്ല അതുണ്ടായിരുന്നു. പിന്നെ അല്ല നിന്റെ ടീംസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അടുത്ത ആഴ്ച പ്രോഗ്രാം ഇവിടെ വെച്ച് നമ്മുടെ ആത്മദർശനില് എന്താ പറയാ നിങ്ങളുടെ ബാൻഡൊക്കെയുള്ള ചെയ്യണത്. ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരിപാടി നടക്കണ്ട്, പിള്ളേരെ സെറ്റാക്കി എടുത്തോളണം. കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കണുണ്ടായിരുന്നു. മറ്റേ ജില്ലായിട്ടൊക്കെ പിള്ളേർ നിൽക്കാനായിട്ടുള്ള കുറച്ച് തമിഴ് പാട്ടും പിന്നെ ഇംഗ്ലീഷും തമിഴൊക്കെ ഇറക്കണുണ്ട് ഇപ്രാവശ്യം. കുറച്ച് നൈസായിട്ടൊക്കെ ഇറക്കാന്ന് വിചാരിച്ചേക്കാം. പിന്നെ മലയാളം പാട്ടും കുറച്ച് ഫാസ്റ്റ് ഒക്കെ ഇറക്കണമെന്നാ പറഞ്ഞേ. പിന്നെ നീ മനോജന്റെ ഒക്കെ സെഷൻസ് ഒക്കെ കൂടിയിട്ടുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം കൂടിയിട്ടുള്ളൂ. ആണോ? കൊറേ നാളായിരുന്നു. ഞാൻ കിട്ടാറില്ലല്ലോ അങ്ങനെ. ഞാൻ അധികം കണ്ടിട്ടില്ല പ്രോഗ്രാംസിനൊക്കെ. എനിക്കങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നീ കൂടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു പ്രാവശ്യമൊക്കെ കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. നൈസായിരുന്നു. നൈസായിട്ടൊക്കെ ഇരിക്കും. നീയോടാ? പിന്നെ മറ്റേ ഈ പിള്ളേരൊക്കെ എങ്ങനെ പോണ്? കുഞ്ഞു പിള്ളേരൊക്കെ മെയിൻറ്റെയിനിങ് ഒക്കെ? പിള്ളേര് നമ്മുടെ അവരുടെ കൂടെ നടക്കണല്ലേ. പിന്നെ എന്താ അവരുടെ നടക്കുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം അടിപൊളിയാ. പിള്ളേര് ഭയങ്കര ചില സമയത്ത് തലേക്കറി ഇറങ്ങും, അത് വേറെ കാര്യം. അതിനൊപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് പിള്ളേരൊപ്പം നടക്കുകയും ചെയ്യാം നല്ല രീതിക്ക്. നീ എന്താണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണില്ലേ? നീ ഏത് ലോകത്താണ്? ഞാൻ നമ്മുടെ മനുവിനെ പറ്റി ആലോചിച്ചതാടാ. ഞാൻ അവന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു.
അത് ശരി, അവനിപ്പോ നമ്മുടെ അടുത്ത് അധികം വലിയ മൈൻഡൊന്നുമില്ല. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്താ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ട് അവന്. ശരിയാ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവനെ കുറെ ആയി നമ്മളൊപ്പം കണ്ടിട്ട്. അവൻ നൈസായിട്ട് നമ്മളെ അവോയ്ഡ് അവോയ്ഡ് ചെയ്യാനുള്ള ഫീൽ ഉണ്ടല്ലേ. അവനെന്താ പ്രശ്നം ശരിക്കും? എന്താ പ്രശ്നം എന്ന് അവനും അറിയില്ല യഥാർത്ഥത്തില്. അടിപൊളി. കൊള്ളാം. ഇപ്പൊ അവന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വല്ല എന്തെങ്കിലും വഴിയുണ്ടോ? അതെനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ അവനോട് പറഞ്ഞില്ല എന്താ പ്രശ്നം എന്നുള്ളത്? ഇല്ല, അവന്റെ അടുത്ത് അവന്റെ വീട്ടിൽ ഞാൻ പോയണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും പറയണ, അവന് ആകെ പറയുന്നത് അവന് കഴിക്കാനും കുളിക്കാനും കളിക്കാനും ഒന്നും ഒരു മൂടുമില്ല എന്നാ. വീട്ടുകാരും ഭയങ്കര ടെൻഷനില്ല അവനെ പറ്റി ആലോചിച്ച്. സത്യം പറഞ്ഞ അവനും എന്താ പ്രശ്നം അറിയാൻ പാടില്ല, നിനക്കും എന്താ പ്രശ്നം അറിയാൻ പാടില്ല. നീ തമാശകളാ. അവന്റെ എന്താ പരിഹാരം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതാദ്യം ആലോചിക്ക്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക്. എനിക്കിത് കേട്ടിട്ട് തോന്നണേ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. എൻ്റെ പരിചയത്തിലൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി നമ്മളുടെ ഈ പ്രശ്നത്തിന് എന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. നമ്മളെന്തായാലും പോണ വഴിക്കാണ് ആൻറ്റിയുടെ വീട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻറ്റിയുടെ വീട്ടിൽ കയറിയിട്ട് പോയിട്ട് മനുവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഓക്കെ, സെറ്റാവും. ഓക്കെ സുജാൻറ്റി. ആ, ആരിത്? ജിൻസിയാ? കയറി വാ, ഇരിക്കിരിക്കെ. ഇതാരാണ് പുതിയ രണ്ടാൾക്കാര്? എൻ്റെ ഫ്രണ്ട്സാണ്. ഇതിന്റെ കോളേജിൽ തന്നെ? ആ, എൻ്റെ കോളേജിൽ തന്നെ ഉള്ളവരാ. ഇത് അമല്, ഇത് ജോൺ. ആ, എന്താണ് പതിവില്ലാണ്ട് ഈ വഴിക്ക്? ആന്റിനെ കാണാൻ ഇറങ്ങിയതാ. ആ, എന്തോ കാര്യമില്ലാണ്ട് അങ്ങനെ ജിൻസി നിങ്ങളെ പൊക്കിക്കൊണ്ട് വരില്ല. എന്താ ജിൻസി, അല്ല ഇവളെ കല്യാണം വല്ല ആയാ? പിന്നെന്താ വിഷയം? ഞങ്ങളൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മനു. അവനിപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ ഒപ്പം മഞ്ഞില്ല. കുറേ നാളായിട്ട് അവനെ കാണാനില്ല. അവനെ ഞങ്ങൾ വിളിച്ച് പിന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ അയച്ചു നോക്കി. അവൻ ഫോണൊന്നും ഉപയോഗിക്കില്ലാന്ന് തോന്നണേ. വാട്സപ്പിൽ മെസ്സേജൊന്നും സീനായിട്ടൊന്നുമില്ല. അപ്പം എന്താണ്, ഇവൻ അവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ കാണാൻ പോയപ്പോ എന്താണ്, അവൻ ഭയങ്കര ഡിപ്രഷനാണ് പുള്ളിക്ക്. വീട്ടുകാരും ഭയങ്കര സങ്കടത്തിലാണ്. അവൻ റൂമിൽ നിന്ന് അങ്ങനെ ഒന്നും പുറത്തിറങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയില്ല ശരിക്കും. വീട്ടുകാരെന്താ പറയുന്നേ? അമ്മ ഭയങ്കര സങ്കടത്തിലാ. അവരോടും ഇങ്ങനെ തന്നെയാണ്? ആ, അതെ അതെ, അവനോടും. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലായിരുന്നോ? അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു ആള്? ആക്റ്റീവായിരുന്നു. ഇപ്പൊ പെട്ടെന്നുണ്ടായ ചേഞ്ചസ് ആണ് ഇങ്ങനെ അല്ലേ? അപ്പൊ വീട്ടിൽ ചെന്നിട്ടും പഴയ പോലെ മിണ്ടുന്നില്ല? വീട്ടിലെങ്ങനെയാ ഫുഡ് കഴിക്കാനോ അങ്ങനെ കളിക്കാനോ അങ്ങനെ ഒന്നും? നിങ്ങളോട് കളിക്കാനൊക്കെ വന്നോണ്ടിരുന്നായിരുന്നു പണ്ട്? ഇപ്പൊ ഭയങ്കര അവോയ്ഡ് ആക്കണവരെയാണ് ഞങ്ങളെ കാണുന്നത്. നിങ്ങളെ കാണുമ്പോ അവോയ്ഡ് ചെയ്യുന്നു. കോളേജിലോ റെഗുലർ ആയിട്ടൊന്നും വരുന്നില്ലേ? വരുന്നുണ്ട്, പക്ഷെ എന്നാലും എല്ലാ ദിവസവും ഒന്നും വരുന്നില്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടൊരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇപ്പം ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു ഇത്. അപ്പം നമ്മളിങ്ങനെ രോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട, എന്നാൽ അതിനെ ഗൗരവം കുറച്ച് കാണാനും പാടില്ല ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുമ്പം. ഇന്ന് ഇപ്പോൾ യൂത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്, അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെയാണെങ്കിലും സ്റ്റഡീസിൻ്റെ ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടാവാം. അങ്ങനെ ചിലപ്പം എന്തെങ്കിലും ഒരു ലൈഫിലുണ്ടായ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ വരുന്നതായിരിക്കും. ചിലപ്പം ഇങ്ങനെ കുറേ കാലമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ സ്റ്റഡീസിൻ്റെ സ്ട്രഗിള്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ, ഇപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ബ്രേക്കപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവാം. അതിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം ചിലപ്പോൾ ഇത്. ചിലപ്പോൾ ഇങ്ങനെ പതുക്കെ വന്നത്. ചിലത് പെട്ടെന്ന് ഇപ്പോൾ ഒരു സഡൻ ഒരു ഡെത്ത് ഉണ്ടായി, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ ഡിപ്രഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഇവൻ്റെ പറഞ്ഞ ലക്ഷണങ്ങൾ കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ദേഷ്യമാണെങ്കിൽ നമ്മൾ സാധാരണ ദേഷ്യപ്പെടുന്ന പോലെ ആയിരിക്കില്ല, ഭയങ്കര കൺട്രോൾ ഇല്ലാണ്ടും കൂടെ നമ്മളല്ലേ ചിലർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യണ കണ്ടിട്ടില്ല, വല്ലാതെ പൊട്ടിത്തെറിച്ചൊക്കെ. അപ്പോൾ അത് ഒരു കണ്ടീഷനാണ്. ചിലർ എല്ലാത്തിൽ നിന്നും, അവരിപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്ന് വെച്ചു, പിന്നെ കളിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. കൂട്ടുകാരുടെ കൂടെ, ഇപ്പം മനുവിൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞത്, കൂട്ടുകാരുടെ കൂടെ കൂടാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പിന്നെ പതുക്കെ വീട്ടിൽ നിന്നുള്ളവരോടും മിണ്ടാണ്ടാവും. പിന്നെ അവരൊരു റൂമിൽ അടച്ചിരിക്കും, മിണ്ടാതിരിക്കും. എക്സ്ട്രീം സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ അവർ മരണത്തെക്കുറിച്ച്, സൂയിസൈഡിനെ കുറിച്ച് വരെ ചിന്തിക്കും. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ സങ്കടം വരും അവർക്ക്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ച് മംഗലാപുരത്തുനിന്ന് വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ വിഷയം, അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ കരഞ്ഞ് തളർന്ന രാത്രി ഉറങ്ങുന്നത്, ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഏങ്ങലടിച്ച് കരയുന്നത്, എന്താ പ്രശ്നം? അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്താണെന്ന് എനിക്കും അറിയില്ല, രാത്രിയാകുമ്പോൾ എനിക്ക് സങ്കടം വരും.
അവസാനം ഞാൻ കരഞ്ഞ് തളർന്നുറങ്ങും എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ശരിക്കും ഈ വിഷാദ രോഗത്തിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ഇതിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ മൂഡ് ചേഞ്ച് വരുമ്പം. അപ്പോൾ പല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ചെറുതായിട്ടൊരു മൂഡ് ചേഞ്ച് 2 ദിവസമായിട്ട് തോന്നുമ്പം നിങ്ങൾക്ക് ആരോടും മിണ്ടണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുക, ഒരു ഔട്ടിങ്ങിന് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അത് നോർമൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു മൂഡ് ചേഞ്ച് വരും. അത് ഈ ഡിപ്രഷനിലേക്ക് പോകാതെ നമുക്ക് തന്നെ ഓവർകം ചെയ്യാം. ഈ മനുവിൻ്റെ കേസ് അതൊരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ആയിട്ട്. അപ്പോൾ 2-3 ആഴ്ചയൊക്കെ ആയി കഴിയുമ്പം നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വിചാരിച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവൻ്റെ ഒരു കണ്ടീഷൻ കേട്ടിട്ട് അവന് തീർച്ചയായിട്ടും ഒരു വിദഗ്ധൻ്റെ സഹായം, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറുടെ ഒരു സഹായം ആവശ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തി ഒരു കൗൺസിലിംഗ് നടത്തുമ്പോൾ ആൾക്കറിയാം ഇവന് മെഡിസിൻ ആവശ്യമുണ്ടോ എന്നൊക്കെ. ഈ മെഡിസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണല്ലോ, നമുക്ക് മെഡിസിൻ ഉപയോഗിക്കുന്നത് ഭയങ്കര, നമുക്കൊരു ജലദോഷം വന്നാൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് അല്ലേ, തലവേദന വന്നാൽ കഴിക്കും, വയറുവേദന വന്നാൽ കഴിക്കും അല്ലേ. പക്ഷേ നമ്മളുടെ ഈ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ആ ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കൊരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് പിന്നെ നമ്മൾ മൂഡിയായി പോവും, നമ്മൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഉറക്കം തൂങ്ങിപ്പോവും, അങ്ങനെയൊന്നുമില്ല. ഇപ്പം വളരെ ശാസ്ത്രീയമായിട്ട് ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പം മനുവിൻ്റെ കേസിൽ മെഡിസിൻ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ എക്സ്ട്രീം കേസിൽ നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പം നമ്മളിപ്പോൾ അവിടെ ഒരാളുടെ അടുത്ത് പോയി സംസാരിച്ചു, ഇവിടെ ഒരാളുടെ അടുത്ത് പോയി സംസാരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. കൃത്യമായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടും. ഒരു 2-3 സിറ്റിംഗ് കൊണ്ട് ചിലപ്പം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ മെഡിസിൻ ഉണ്ടാവും. ഈ 2-3 സിറ്റിങ്ങിൻ്റെ കൂടെ കുറേ തെറാപ്പീസ് ഉണ്ട്, നമുക്ക് സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന കുറച്ച് തെറാപ്പീസ് ഉണ്ട്. അപ്പോൾ ആ തെറാപ്പികളിൽ കൂടിയൊക്കെ അവൻ പഴയതിനേക്കാൾ മിടുക്കനായിട്ട് നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിനാണെങ്കിലും അകാരണമായി ദേഷ്യപ്പെടുക, പെട്ടെന്ന് സൈലൻ്റ് ആവുക, അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, ഭയങ്കര എല്ലാത്തിനെ കുറിച്ചും ഭയങ്കര ഉത്കണ്ഠ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് ഒരു ബോധപൂർവം, അപ്പം എനിക്കുണ്ടാവാം, നിങ്ങൾക്കുണ്ടാവാം. അപ്പം നമ്മുടെ ലൈഫിൽ ഇത് എപ്പോൾ വേണേലും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. കാരണം ഒരുപാട് സ്ട്രെസ്സിൽ കൂടിയാണല്ലോ നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ മനുവിൻ്റെ കേസിൽ തോന്നുന്നത്, നിങ്ങൾ 3 പേരും വിചാരിച്ചാൽ നിങ്ങളുടെ ഗ്യാങ് ആയിരുന്നല്ലോ, നിങ്ങൾക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പാരൻസിൽ ഇതിലൊരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പാരൻസിനോട് ചിലപ്പോൾ അവൻ ഷൗട്ട് ചെയ്യും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവാം. അപ്പോൾ വൈകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടും, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ കേട്ടോ. അപ്പം ഇനി ഡിലേ വരുത്തരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേസ്റ്റ് ആവും തോറും കാര്യങ്ങൾ മോശമാവും. വെച്ചാൽ പുള്ളിക്ക് സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോകും. ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്കായി ഇരുന്നിരുന്ന്, അപ്പം ആൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആദ്യം കൊടുക്കാൻ പറ്റണം. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന, എന്നാൽ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ പഴയ അടിപൊളി ഗ്യാങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബച്ചും ചേർന്നൊരുക്കിയ ലിറ്റിൽ ഹാർട്സ് എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. Till then, bye bye. Your light broke through my night, restored exceeding joy. Your grace fell like the rain and made this desert live. You have turned my morning into dancing.